يا أيها الذين آمنوا لا تأكلوا أموالكم بينكم بالباطل إلا أن تكون تجارة عن تراض منكم. صدق الله العظيم. وقال النبي صلى الله عليه وسلم: أعطوا الأجير أجره قبل أن يجف عرقه كما كان شفيعنا رسول الله. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് ഉടനെ സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു തന്ന് പുണ്യമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ സ്വാലിഹായ അമലാക്കി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് മെയ് മാസത്തിന്റെ തുടക്കമാണ്. മെയ് 1 ഏതാ? തൊഴിലാളി ദിനം അല്ലേ? നമ്മളെല്ലാവരും ഈ ദിനത്തിൽ ഉൾപ്പെട്ടവരാണ്. ജോലി ചെയ്യുന്ന, അധ്വാനിക്കുന്ന എല്ലാവരും ഈ ഒരു ദിവസത്തിൻ്റെ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖിദ്മത്തുകൾ, നമ്മുടെ സേവനങ്ങൾ, നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ജോലികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ തൻ്റെ ശരീരം കൊണ്ട് അവൻ വിയർപ്പൊഴുക്കി അധ്വാനിക്കുന്ന അധ്വാനങ്ങൾ നിസ്സാരമായി കാണേണ്ടതല്ല എന്ന് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ ചെയ്യുന്ന ആ ജോലിക്ക് പോലും ഇബാദത്തിന്റെ പ്രതിഫലമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം? മുതലാളിയാകുന്നതും തൊഴിലാളിയാക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്ന പ്രകാരമാണെന്ന് വിശുദ്ധമായ ഇസ്ലാമും വിശുദ്ധമായ ഖുർആനും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ആരും വലിയവനോ ചെറിയവനോ ഉയർന്നവനോ പദവിയുള്ളവനോ എന്ന് വിശുദ്ധമായ ഇസ്ലാം അവിടെ വേർതിരിക്കുന്നില്ല. എല്ലാവർക്കും തുല്യമായ അർഹമായ ഒരു സ്ഥാനമാണ് വിശുദ്ധമായ ഇസ്ലാം നമുക്ക് നൽകുന്നത്. നമുക്കറിയാം, അധികാരം കൊണ്ട് ഹൃദയങ്ങളെ തകർക്കുന്ന മുതലാളിമാരും കാരുണ്യം കൊണ്ട് ഹൃദയങ്ങളെ കീഴടക്കുന്ന യജമാന്മാരും നമ്മുടെ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ എന്ന നിലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ മുതലാളി ഏത് പ്രകൃതക്കാരനാണ്, ഏത് സ്വഭാവത്തിൻ്റെ വക്താവാണെന്ന് നമുക്കേവർക്കും തിരിച്ചറിയും. പ്രവാസികളോടൊന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കഫീൽ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ചില പ്രവാസികൾ വളരെ വിഷമത്തോടുകൂടി അവരുടെ നൊമ്പരങ്ങളുടെ കഥകൾ പറയാൻ അവർക്ക് മണിക്കൂറുകളോ ദിവസങ്ങളോ വേണ്ടി വരാതെ എന്തെല്ലാം പ്രയാസങ്ങളോടെയാണ് നമ്മുടെ പ്രവാസികൾ അവരുടെ വിഷമങ്ങൾ പറയുന്നത്. എന്നാൽ നേരെ മറിച്ച് സ്നേഹിക്കുന്ന, സഹായിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന അവരുടെ യജമാനന്മാർ, അവരുടെ മുതലാളിമാർ എത്രത്തോളം ഒരു വീട്ടിന്റെ അംഗത്തെ പോലും ആ രീതിയിൽ പരിഗണിക്കുന്ന മുതലാളിമാരും ആ കൂട്ടത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പ്രവർത്തിക്കുന്ന ജോലിയുടെ മുതലാളിമാരെ ആ നിലയിൽ സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, മനസ്സിന്റെ വക്താക്കളാക്കി അല്ലാഹു മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, സമ്പത്ത് കൊണ്ടോ പദവി കൊണ്ടോ ഒരിക്കലും ഒരു മനുഷ്യൻ റബ്ബിന്റെ മുന്നിൽ മാന്യനാവുകയില്ല. അവന്റെ നല്ലതായ പ്രവർത്തനങ്ങളും മറ്റുള്ളവരോടുള്ള അവന്റെ പെരുമാറ്റങ്ങൾ മാത്രമാണ് അള്ളാഹുവിന്റെ മുന്നിൽ അവനെ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിക്കുന്നതെന്ന് ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. മുതലാളിയും തൊഴിലാളിയും, ഉടമയും അടിമയും
യജമാനനും പണിക്കാരനും എന്നതിലുപരി സ്നേഹത്തിന്റെ, ബഹുമാനത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ സുന്ദരമായ മനോഹരമായ അന്തരീക്ഷം പടുത്തുയർത്തുമ്പോഴാണ് അവിടെ മുതലാളിയും തൊഴിലാളിയും അവർ ഏത് നിലയ്ക്കാണോ ഒരു സംരംഭത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് അത് ഉന്നതമായ നിലയിൽ വിജയിക്കുന്നതിന് അടിത്തറ പാകുന്നത് ആ ഒരു സ്നേഹബന്ധങ്ങളാണ്. അത് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. ഇതെല്ലാം ആര് പഠിപ്പിച്ചു തന്നു? ഇതെല്ലാം എവിടെ നിന്ന് വന്നു? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലൂടെയാണ് നാം പഠിച്ചത്. അതിലൂടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെയുള്ള ജീവിതത്തിന്റെ പാഠങ്ങളാണ് നാമും നമ്മുടെ ജീവിതത്തിലേക്ക് പഠിച്ച് തിരിച്ചറിവുള്ളവനായി യഥാർത്ഥ മനുഷ്യനായി ജീവിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സംരംഭം വിജയിക്കുക എന്ന് പറയുന്നത് അത് മുതലാളിയുടെ ബുദ്ധിയും തൊഴിലാളിയുടെ അധ്വാനവും കൂടി ചേരുമ്പോഴാണ് ആ ഒരു സംരംഭത്തിന് വിജയമുണ്ടാകുന്നത്. ആ ഒരു സംരംഭങ്ങൾ പുരോഗമനങ്ങളിൽ, ഉന്നതങ്ങളിൽ, ഉന്നതിയിലേക്ക് എത്തുന്നത് അത് മുതലാളിയുടെയും തൊഴിലാളിയുടെയും ആ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണ് ഓരോ സംരംഭങ്ങൾ വിജയിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഈജിപ്തിലെ മണലാരണ്യത്തിൽ ഇന്നും വിസ്മയിച്ചുകൊണ്ടിരിക്കുന്ന പിരമിഡുകളും ഈ ഇന്ത്യ രാജ്യത്തിന്റെ പ്രണയത്തിന്റെ കാവ്യം രചിച്ച താജ്മഹലും ഡൽഹിയിൽ ആകാശമുട്ടോളം ഉയർന്നിൽക്കുന്ന കുത്തുബ് മിനാറും ലോകത്തിന്റെ അത്ഭുതങ്ങളായി ഓരോ മനുഷ്യന്മാരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ അത്ഭുതങ്ങളുടെ പിന്നിൽ കല്ലുകൾ ചുമന്ന, മണ്ണുകൾ ചുമന്ന, സിമന്റുകൾ കുഴച്ച ഉയർച്ചയിലേക്ക്, ഉന്നതിയിലേക്ക് ഉയർന്ന് പടവുകൾ താണ്ടി ആ നിർമ്മാണത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചേർത്ത തൊഴിലാളികളുടെ ഏത് ചരിത്ര താളുകളിലാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങ് മദീനയുടെ മണ്ണിൽ ഒരു സ്നേഹത്തിന്റെ സ്മാരകം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടുത്തുയർത്തി. അത് കല്ലുകൾ കൊണ്ടുള്ള കോട്ടകൾ കൊണ്ടല്ല, മനുഷ്യരുടെ പരസ്പര ഹൃദയങ്ങൾ കൊണ്ടുള്ള സ്മാരകങ്ങളാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടുത്തുയർത്തിയത്. നമുക്കറിയാം, തബൂക്ക് യുദ്ധം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും മടങ്ങി വരുന്ന സമയത്ത് മദീനയുടെ അതിർത്തിയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മനുഷ്യനെ കാണാനിടയുണ്ടായി. ആ മനുഷ്യനെ കണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ വിശേഷങ്ങൾ തിരക്കുകയാണ്, കുശലാന്വേഷണം നടത്തുന്നു. ആ ഒരു സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യന് ഹസ്തദാനം നൽകുകയാണ്, ഷേഖാൻഡ് നൽകുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സലാം പറഞ്ഞു, ഹസ്തദാനം ചെയ്തു, ആലിംഗനം ചെയ്തു. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞെട്ടിപ്പോയി. എന്തിന്റെ പേരിൽ? ആ മനുഷ്യന്റെ കരങ്ങൾ തഴമ്പിച്ചിരിക്കുന്ന അത്രത്തോളം കടുപ്പമേറിയ കാഠിന്യമുള്ള കരങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നുവരെയും ഹസ്തദാനം ചെയ്തിട്ടില്ല എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിക്കുകയാണ്. ആ ഒരു മനുഷ്യനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, മനുഷ്യ, എന്തിന്റെ പേരിലാണ് താങ്കളുടെ കരങ്ങൾ ഇത്രത്തോളം തഴമ്പിച്ചിരിക്കുന്നത്, ഇത്രത്തോളം കാഠിന്യമുള്ളതാകാൻ കാരണം എന്ത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബിയോട് ചോദിക്കുമ്പോൾ മഹാനായ സഹാബി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് വിനയത്തോടുകൂടി മറുപടി പറയുന്നു, റസൂലേ, ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് യുദ്ധത്തിന് പോകാൻ പോലും പറ്റാത്ത സമയത്ത് ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചതിന്റെ കൈത്തഴമ്പുകളാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്. ഞാൻ മണ്ണ് ചുമക്കാറുണ്ട് നബിയെ, ഞാൻ പാറക്കല്ലുകൾ പൊട്ടിക്കാറുണ്ട് നബിയെ, ഞാൻ കല്ലുകൾ ചുമന്ന് ജോലിയെടുക്കാറുണ്ട് നബിയെ. എൻ്റെ പൊന്നുമക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ മാതാപിതാക്കൾ ഹലാലായ ഭക്ഷണം ആഹരിക്കണമെന്ന നിയ്യത്തോടുകൂടി ഞാൻ തൊഴിലിലേക്ക് പുറപ്പെട്ട് എൻ്റെ കരങ്ങൾ അങ്ങനെ കൊണ്ട് തഴമ്പിക്കപ്പെട്ടതാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ സഹാബി പറയുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്തുണ്ടായിരുന്ന മുഴുവൻ സഹാബത്തിന്റെ മുന്നിലും ആ സഹാബിയുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ ചുംബനം നൽകി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹാദാ യദുൻ ലാ തമസ്സുഹു അബദാ, ഈ കരങ്ങളിൽ ഒരിക്കലും
നരകം സ്പർശിക്കില്ല എന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതൊരു തൊഴിലാളിയായിരുന്നു, ആ കുടുംബത്തിന് വേണ്ടി, കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. കുടുംബത്തിന്റെ എല്ലാ പ്രതിസന്ധികളെയും പോരടിക്കുന്നതിന് വേണ്ടിയുള്ള യഥാർത്ഥ പടനായകനായിരുന്നു, കുടുംബത്തിന്റെ നായകനായിരുന്നു, പോരാളിയായിരുന്നു, അധ്വാനിയായിരുന്നു, തൊഴിലാളിയായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യന് നൽകിയത് കേവലം ഒരു ചുംബനമായിരുന്നില്ല, സ്നേഹത്തിന്റെ, സ്വർഗത്തിന്റെ ചുംബനമാണ് അല്ലാഹുവിന്റെ റസൂൽ നൽകിയത്. എന്നിട്ട് ആ മനുഷ്യനോട് പറഞ്ഞത് എന്താ? ഈ കൈയുണ്ടല്ലോ, ലാ തമസ്സുഹന്നാറു അബദാ, ഒരിക്കലും ഈ കരങ്ങളെ നരകം സ്പർശിക്കില്ല എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെയ്യുന്ന ജോലിയിൽ അന്തസ്സ് കാണണം, ചെയ്യുന്ന ജോലിയിൽ അന്തസ്സ് കാണണം പ്രിയപ്പെട്ടവരെ. ചെറിയ തൊഴിലാണ്, ചുമട് തൊഴിലാണ്, ചുമട്ട് തൊഴിലാളിയാണ്, മത്സ്യബന്ധനവനാണ്, കർഷകനാണ് എന്ന് നിങ്ങൾ സ്വയം നിങ്ങളുടെ അന്തസ്സും അഭിമാനവും താഴ്ത്തിക്കെട്ടുന്ന രീതിയിലുള്ള ഒരു ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിൽ പോലും ഉദിക്കാൻ പാടില്ല എന്ന് ഈ ഒരു ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമുക്കറിയാം, AC റൂമുകളിൽ കറങ്ങുന്ന കസേരകളിൽ ഇരുന്ന് 50,000, 1,00,000 മുകളിൽ ശമ്പളം വാങ്ങുന്നവരും ഈ കത്തിയാളുന്ന ചൂട് വെയിലത്ത് നിന്നുകൊണ്ട് പണിയെടുക്കുന്ന കൂലിക്കർഷകരും കൂലിപ്പണിക്കാരും ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഓട്ടോ ഡ്രൈവർമാരും മറ്റു ഡ്രൈവർമാരും നമുക്കറിയാം, അവര് പോലും അധ്വാനിക്കുന്നത് അവരുടെ കുടുംബത്തെ ഓട്ടിക്കുന്നതിന് വേണ്ടിയാണ്, അവരുടെ കുടുംബത്തിന്റെ കഷ്ടപ്പാടുകൾ മാറ്റുന്നതിന് വേണ്ടിയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തൊഴിലാളിയെ പ്രകാരം ചേർത്ത് പിടിച്ചോ, ഒരു തൊഴിലാളിക്ക് എന്തെല്ലാം നൽകണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, അതെല്ലാമാണ് ഇന്നത്തെ തൊഴിലാളി ദിനവുമായി ബന്ധപ്പെട്ട് സന്ദേശങ്ങൾ പലയിടത്തും പ്രചരിക്കപ്പെടുന്നത്. 8 മണിക്കൂർ ജോലി, അതെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അത് തന്നെയാണ് പറഞ്ഞത്. 8 മണിക്കൂർ പണി, അവരെ കൊണ്ട് അധിക പണിയെടുപ്പിക്കുകയാണെങ്കിൽ അതിനുള്ള വേതനം നിങ്ങൾ എക്സ്ട്രാ നൽകണം. ഇന്നത്തെ ചില മുതലാളിമാര് നമുക്കറിയാം, അവരുടെ തൊഴിലാളികൾ അടിമകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിലപ്പുറം ജോലികൾ ചെയ്തുകൊണ്ട് അവരുടെ ശമ്പളങ്ങൾ പിന്തിപ്പിച്ച് പിന്നെ തരാം എന്ന് അവരെ പെടാപാടുപെടുത്തുന്ന മുതലാളി വർഗങ്ങൾ നമ്മുടെ ഇടയിലും പാവപ്പെട്ട തൊഴിലാളികളെ ചൂഷണം ചെയ്യപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മുതലാളിമാർ ഇവിടെ ഉണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ഖുർആനിന്റെ താക്കീതാണ് ഞാൻ ഇവിടെ പറയുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ ഇല്ലാ അൻ തകൂന തിജാറതൻ അൻ തറാദിൻ മിൻകും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. സത്യവിശ്വാസികളെ എന്ന് സ്നേഹത്തോടെ, ബഹുമാനത്തോടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്തുകൊണ്ട് മുതലാളി വർഗത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ പരസ്പരം ഇടപാടുകൾ നടത്തുമ്പോൾ, നിങ്ങൾ ഒരു തൊഴിലാളിയെ ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ ക്ഷണിക്കുമ്പോൾ പരസ്പര തൃപ്തികരമായ രീതിയിലുള്ള ഇടപാടുകൾ നിങ്ങൾ നടത്തണം. നിങ്ങൾ മുതലാളിയായത്, നിങ്ങൾ എപ്രകാരം മുതലാളിയായോ അതേ രീതിയിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ആ നിഅമത്തിനെ എടുത്തു മാറ്റാനും കഴിയുമെന്ന വിശുദ്ധമായ ഖുർആനിന്റെ താക്കീതാണ് ഈ ആയത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാഹു പറയുന്നു, നിങ്ങൾ പരസ്പര തൃപ്തിയോടുകൂടിയുള്ള ഇടപാടുകളല്ലാതെ നിങ്ങളുടെ സ്വത്തുക്കൾ നിങ്ങൾ അന്യോന്യം ഭക്ഷിക്കാൻ പാടില്ല. എന്താണ് ഇതിന്റെ അർത്ഥം? മുതലാളിമാർ അവരുടെ സ്വത്തുക്കൾ അന്യോന്യം ഭക്ഷിക്കാൻ പാടില്ല എന്ന് ഈ ഒരു ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിന്റെ പൊരുൾ എന്താണ്? നമ്മൾ ചിന്തിക്കണം. ഞാൻ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ നമ്മളിൽ പലരും മുതലാളിയാകുമ്പോൾ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന പാവങ്ങളായ തൊഴിലാളികൾ, അവർക്കും മക്കളുണ്ട്, അവർക്കും ഭാര്യയുണ്ട്, അവർക്കും മാതാപിതാക്കളുണ്ട്, അവർക്കും കടബാധ്യതകളുണ്ട്, അവർക്കും പ്രാരാബ്ദങ്ങളുണ്ട്. ആ പ്രാരാബ്ദങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയാണ് വല്ലവരുടെ കീഴിൽ അടിമകളായോ തൊഴിലാളികളായോ പണിയെടുക്കുന്നത്. അവരുടെ അന്തസ്സിന് വേണ്ടിയാണ്, അവരുടെ കുടുംബങ്ങളെ
മുന്നോട്ട് പോറ്റുന്നതിന് വേണ്ടിയാണ്. അതിനെ മുതലെടുത്തുകൊണ്ട് അവർക്ക് കൃത്യമായ വേതന നൽകാതെ, ചെയ്യുന്ന ജോലികൾക്ക് അർഹമായ പ്രതിഫലം നൽകാതെ, നിനക്ക് ഇത്ര രൂപ ശമ്പളം തരാമെന്ന് അവന് വാഗ്ദാനം നൽകി പാവപ്പെട്ടവൻ അത് പ്രതീക്ഷിച്ചുകൊണ്ട് ജോലിക്ക് പോകുമ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. പ്രവാസികളുടെ ജീവിതം നമുക്കറിയാം പ്രിയപ്പെട്ടവരെ. അവർക്ക് പോലും കൃത്യമായി ശമ്പളം ലഭിക്കാതെ അവരുടെ ശമ്പളങ്ങൾ പിടിച്ചു പറ്റുന്ന രീതിയിൽ അങ്ങനെ ഏതെങ്കിലും മുതലാളിമാർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ, നിങ്ങൾ അപഹരിക്കുന്ന, നിങ്ങൾ ഭക്ഷിക്കുന്ന ഭക്ഷണത്തിന്റെ നിങ്ങളുടെ സ്വത്തുക്കൾ ഉണ്ടല്ലോ, പാവപ്പെട്ടവളായ നിങ്ങളുടെ തൊഴിലാളികളുടെ ഭക്ഷണത്തിന്റെ അംശങ്ങളാണ് നിങ്ങൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നിങ്ങൾ നൽകേണ്ട വേതനത്തിന്റെ പങ്കാണ് നിങ്ങൾ അപകീർത്തനമായി നിങ്ങൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ഭക്ഷിക്കല്ലേ. നിങ്ങൾ വാഗ്ദാനം നൽകിയ തുക ഒന്ന് കൂട്ടുകയാണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അതേ തുക നിങ്ങൾ നൽകിയാലും കുഴപ്പമില്ല. പക്ഷേ അതിൽ നിന്ന് ഒരു അംശം പോലും കുറയ്ക്കുവാനോ പാവപ്പെട്ടവനെ കഷ്ടപ്പെടുത്തി അവന്റെ ശമ്പളത്തിനേക്കാൾ പിന്തിപ്പിക്കാനോ പാടില്ല. അങ്ങനെ എങ്ങാനും നിങ്ങൾ പിന്തിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ഉരുള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, അത് നിങ്ങൾ ഹറാമ് ഭക്ഷിച്ചതിന് തുല്യമാണ്. നമ്മൾ കേട്ടിട്ടില്ലേ, അനാഥകളുടെ സ്വത്ത് അവഹേളിക്കാൻ പാടില്ല എന്ന് പറയുന്നത്? ആ ഗണത്തിൽപ്പെട്ടതാണ് ഒരാൾക്ക് അർഹിച്ച തുക അത് നൽകാതെ അതിൽ നിന്ന് ഭക്ഷിക്കുന്നവൻ അത് ഹറാമായ ഭക്ഷണം ഭക്ഷിക്കുന്നവനെ പോലെയാണെന്ന് വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ആഡംബരങ്ങളായ അത്ഭുതങ്ങളായ സൗധങ്ങൾ നമ്മൾ പാർക്കുമ്പോൾ ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കണ്ടേ? എല്ലാവരും എഞ്ചിനീയർ ആയാൽ എങ്ങനെയാണ്? എല്ലാവരും ഡോക്ടർമാരായാൽ എങ്ങനെയാണ്? എല്ലാവരും വക്കീലുമാരായാൽ എങ്ങനെയാണ്? നമ്മൾ ഇരിക്കുന്ന സ്ഥാപനം ഒന്ന് കെട്ടിയുറപ്പിക്കാൻ ഒരു മേസ്തരിയുടെ സഹായം വേണ്ടേ പ്രിയപ്പെട്ടവരെ? കല്ലുകൾ ചുമക്കാൻ ഒരു ചുമട്ട് തൊഴിലാളിയുടെ സഹായം വേണ്ടേ പ്രിയപ്പെട്ടവരെ? സിമന്റ് കുഴയ്ക്കുന്നതിനും മറ്റ് ഏത് സംവിധാനങ്ങൾക്കും മറ്റുള്ളവരുടെ ആശ്രയമില്ലാതെ ഒരു മുതലാളിക്ക് എങ്ങനെയാണ് സമാധാനത്തോടുകൂടി അത്ഭുതമായ, പ്രൗഢമായ, സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് പോലും ഒരു കർഷകന്റെ സ്വാധീനം വേണ്ടേ പ്രിയപ്പെട്ടവരെ? ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? തോളിൽ കൽപ്പയേന്തി ആ ചെടിയിൽ ഇറങ്ങി, ആ ചെടിയിൽ വിത്ത് വാങ്ങി, അത് പാകമാകുമ്പോൾ എടുത്ത് നെല്ലിനെ അരിയാക്കി നമ്മുടെ മുന്നിൽ നമ്മുടെ രീതിയിൽ കൊണ്ടെത്തിക്കുമ്പോൾ നമ്മൾ അതിനെ വ്യത്യസ്തമായ രീതിയിൽ കഴിക്കുന്നു. മന്തി എത്ര പേരിൽ അറിയപ്പെടുന്നു, ബിരിയാണി അത് എത്ര രീതിയിൽ അറിയപ്പെടുന്നു. വ്യത്യസ്തങ്ങളായ നാടുകളിൽ, ആ ദേശങ്ങളിൽ വ്യത്യസ്തമായ രുചികളിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ പോലും പാവപ്പെട്ട കർഷകന്റെ ആ പ്രയാസത്തിന്റെ ആ ഒരു കരങ്ങൾ, ആ ഒരു ശരീരത്തിന്റെ ആ ഒരു കാൽപാദങ്ങൾ സ്പർശിക്കപ്പെട്ടു. അങ്ങനെയല്ലാതെ ഒരു പാവപ്പെട്ടവന്റെ കരങ്ങൾ പെടാതെ ഒരു മനുഷ്യനും ഈ ലോകത്ത് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജോലിയിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്തസ്സോടുകൂടി, ഇസ്സത്തോടുകൂടി ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥത കാണിച്ച് നമ്മുടെ മുതലാളിമാരെ വഞ്ചിക്കാതെ, അവരെ കാപട്യത്തോടുകൂടി അവരെ കാണാതെ, അവർ നമ്മെ വിശ്വസിച്ച് ഒരു സ്ഥാപനം നൽകുമ്പോൾ, ഒരു കടയുടെ മുതലാളി നമ്മൾ തൊഴിലാളിയാകുമ്പോൾ നമ്മളെ വിശ്വസിച്ചുകൊണ്ട് ഒരു കട കൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്യാതെ, പൈസ എടുക്കാതെ, സാധനങ്ങൾ എടുക്കാതെ, അത്രത്തോളം വിശ്വസ്തനായിക്കൊണ്ട് ഞാൻ ചെയ്യുന്നത് ഇബാദത്താണെന്ന് തിരിച്ചറിവോടുകൂടി നമുക്ക് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സലാസത്തുൻ അന ഖസ്മുഹും യൗമൽ ഖിയാമ, 3 വിഭാഗം ജനങ്ങൾക്ക് എതിരിൽ ഞാൻ വാദിക്കുന്നതാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ ശുപാർശയാണ്. പാപികളായ നമ്മൾ ദിവസങ്ങൾ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും തെറ്റുകളിലൂടെ, ഹറാമിലൂടെ ജീവിതം നയിക്കുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്,
നാളെ പരലോകത്ത് റബ്ബിന്റെ മുന്നിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് വേണ്ടി ശുപാർശ ചെയ്ത് എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് ഓരോ വിശ്വാസിക്കും ഉണ്ടാകേണ്ടത്. പക്ഷേ അള്ളാന്റെ റസൂല് എതിരെ സാക്ഷി പറയുന്ന, അള്ളാന്റെ റസൂല് ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പോകുന്നതിന് എതിര് നിൽക്കുന്ന 3 വിഭാഗം ജനങ്ങളെ കുറിച്ച് അള്ളാന്റെ റസൂല് പറയുന്നു. ഖിയാമത്ത് നാളിൽ ആ 3 വിഭാഗങ്ങളുടെ മുന്നിൽ ഞാൻ വരും. ആരാണെന്ന് അറിയുമോ? അന്ത്യദിനത്തിൽ 3 വിഭാഗം ആളുടെ അടുക്കൽ അള്ളാന്റെ റസൂല് വന്നിട്ട് പറയും അത്രേ. അതിൽ ഒരാളിനെ കുറിച്ച് അള്ളാന്റെ റസൂല് പറയുന്നു, ഒരു തൊഴിലാളിയെ കൊണ്ട് പണിയെടുപ്പിക്കുകയും, ഇങ്ങനെയാണ്, ഒരു തൊഴിലാളിയെ കൊണ്ട് പണിയെടുപ്പിക്കുകയും അവന്റെ ജീവിതത്തിന്റെ മുഴുവൻ ആയുസ്സിനെയും പ്രയോജനപ്പെടുത്തി അവന് പ്രയോജനമുണ്ടാക്കാത്ത രീതിയിൽ അവനെ പ്രയാസപ്പെടുത്തുന്ന, എന്നാൽ അയാൾക്ക് അർഹമായ കൂലി നൽകാതിരിക്കുകയും ചെയ്യുന്നവനെതിരെ ഞാൻ സാക്ഷിയാകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധമായ ഇസ്ലാമിൽ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രസിദ്ധമായ സ്വഹീഹുൽ ബുഖാരി എന്ന ഹദീസിന്റെ കിതാബിൽ കാണപ്പെട്ട ഹദീസാണ്. നമ്മളെല്ലാവരും ഗൗരവത്തോടു കൂടി തന്നെ കാണണം. നമ്മളെല്ലാവരും ഗൗരവത്തോടു കൂടി തന്നെ കാണണം. നമ്മൾ ഒരു തൊഴിലാളിയെ ജോലിക്ക് ഏൽപ്പിച്ച് അവന്റെ ജോലി ഭാരം വർദ്ധിപ്പിച്ച് അവൻ പ്രതീക്ഷിക്കും അധിക ഡ്യൂട്ടി ആയാൽ വേതനം അധികം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പാവപ്പെട്ടവർ ജോലി ചെയ്യുമ്പോൾ അതുപോലും നൽകാതെ വിഷമിച്ച് പ്രയാസപ്പെടുത്തുന്ന മുതലാളിമാർക്ക് എതിരിൽ അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞതുപോലെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ, സ്വർഗ്ഗം അവർക്ക് ഹറാമാണ്, നരകത്തിലേക്ക് പോകേണ്ട പ്രവർത്തനങ്ങളാണ് ഈ ദുനിയാവിന്റെ മണിമാളികളിൽ അവൻ കെട്ടിപ്പൊക്കുന്നതെന്ന ഒരു തിരിച്ചറിവുള്ള ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മുതലാളിമാരെയും നമ്മിലെ തൊഴിലാളികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവിന്റെ റസൂൽ മദീനയിലെ പ്രകാരമാണ് സ്നേഹത്തിന്റെ സ്മാരകം ഹൃദയവുമായി ബന്ധിപ്പിച്ചത്. അപ്രകാരം സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, സാഹോദര്യത്തോടെ, സന്തോഷത്തോടെ ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആ കുടുംബത്തിന്റെ പ്രതീക്ഷ ആ മകനിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ പഠിച്ച് പരീക്ഷ എഴുതി ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പൊന്നുമോനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ദുആയിൽ ഞാനും നിങ്ങൾ ഉൾപ്പെട്ടാൽ ഒരുപക്ഷെ ആ സഹോദരൻ ഉന്നതമായ വിജയം
ആ അതിനുണ്ട് മാത്സിൻ്റെ.